നമ്മുടെ മാർച്ച് മാസം തുടങ്ങിയപ്പോൾ തന്നെ ഇതാ ചൂട് സഹിക്കാൻ വയ്യ അല്ലേ? നമുക്ക് സഹിക്കാൻ വയ്യ. അതുപോലെ തന്നെയാണ് ഇതാ ഇവർക്ക്. ഇതാണ്ടോ എല്ലാവരും ഇതാ മൂടോടെ പിഴുത് കിടക്കുക. കണ്ടോ നല്ലൊരു വാഴയായിരുന്നു കേട്ടോ. അത് പോയി. ഇത് മൂടോടെ വീണതാണ്. അടുത്തത് കണ്ടോ കൊലച്ച് നിന്ന് എനിക്കൊന്നൊരു 3/4 പരുവായി. നമ്മുടെ റോബസ്റ്റയാണ്. അതെന്താ വീണു. ഇനി അങ്ങനെ കിടന്ന് വല്ലതും കൊണ്ടുപോകാതെ അതിനെ വെട്ടി ഇങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. എനിക്കൊരു 15 ദിവസം കൂടെ നിന്നിരുന്നെങ്കിൽ അത് നല്ലൊരു കൊലയായന്. വേണ്ട ഏകദേശം ഒരു അര ഇതായി വിളച്ചിലായി കേട്ടോ. ഇവിടെ കൂടുതൽ നിന്നത് കുറേയൊക്കെ റോബസ്റ്റയാണ് നിന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മണ്ണിൽ വീഴാൻ തുടങ്ങി. ചൂട് സഹിക്കാൻ വയ്യ. പിന്നെ ഇതിനൊന്നും നമ്മളങ്ങനെ വെള്ളം ഒഴിക്കാറോ അങ്ങനെയൊന്നുമില്ല. വെള്ളം ഒഴിക്കാറുമില്ല, വളമിടാറുമില്ല, ഒന്നുമില്ല കേട്ടോ. എല്ലാവരും ഇവരൊക്കെ ഇങ്ങനെ തന്നെ നിന്ന് കൊലയ്ക്കുന്നത് തന്നെയാണ്. വേണ്ട നമ്മളിപ്പം വാഴയൊന്നും അങ്ങനെ നടുന്നില്ല. പന്നിയുടെ പ്രശ്നമായത് കാരണം ഒന്നും ചെയ്യുന്നില്ല. വെറുതെ ഇങ്ങനെ നിൽക്കുന്നവർ കൊലയ്ക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. ഇതൊരു നല്ല വാഴയായിരുന്നു. ഇതും പോയി. നമുക്ക് ചെടിയൊക്കെ വെള്ളം 2 പ്രാവശ്യം ഒഴിച്ചാലേ പറ്റുള്ളൂ ഈ അവസ്ഥയിൽ. കൂടുതൽ വാഴയ്ക്ക് അങ്ങനെയൊന്നും ഒഴിക്കാൻ ഒരു പേടിയാണ്. വെള്ളം കുറഞ്ഞു പോയാൽ, കിണറ്റിൽ കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? നമുക്ക് പിന്നെ ഒരിടത്തും ഓടാനും പറ്റത്തില്ല. അങ്ങനെ എന്ത് ചെയ്യാനെന്ന് ആലോചിച്ചതും ഒരു പേടിയാണ്. അങ്ങനെ കുറേശ്ശായിട്ടൊക്കെ ഉപയോഗിക്കുന്നേ ഉള്ളൂ വെള്ളം. നമ്മുടെ പച്ചക്കറിയൊക്കെ കുറച്ചുള്ളതിന് ചെടിയൊക്കെ ആയാലും ഈ വെയിൽ സമയത്ത് നമ്മൾ 2 നേരം ഒഴിച്ചില്ലെങ്കിൽ വാടി ഇതാ ഇത് ചീരയൊക്കെ കണ്ടോ വാടി നിൽക്കുന്നുണ്ടോ? ഇതുണ്ടോ? ഉഷ്ണേന ശാന്തി എന്ന് പറയുന്ന പോലെ ചൂട് സമയത്ത് നമുക്ക് കഞ്ഞിയാണ്. പുറത്ത് 2 കട്ട എടുത്ത് വെച്ച് ഒരടുപ്പ് കൂട്ടി അതിൽ ഇച്ചിരി കഞ്ഞിക്ക്, ഇത് നമ്മുടെ റേഷൻ കടയിലെ വെള്ള അരിയ, അതുകൊണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് കഞ്ഞിയായി കിട്ടും. അങ്ങനെ ഇവിടെ മിക്കവാറും ഞായറാഴ്ച ദിവസം കഞ്ഞിയാണ്. കഞ്ഞിയുടെ കൂടെ ഒന്നീ പയർ തോരനോ പപ്പടം അല്ലെങ്കിൽ ചമ്മന്തി, അല്ലെങ്കിൽ നമ്മുടെ കപ്പയ്ക്കയോ മത്തങ്ങയോ ഒക്കെ ഇട്ട് എരിശ്ശൂരി, ഇതിലേതെങ്കിലും കറിയാണ്. മിക്കവാറും ഞായറാഴ്ച ദിവസം ഇവിടെ കഞ്ഞിയാണ്. എല്ലാവരും ഞായറാഴ്ച ദിവസമാണ് സ്പെഷ്യലൊക്കെ വെച്ച് ചോറൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. മുമ്പ് മക്കൾ കുഞ്ഞായിരിക്കുമ്പം തൊട്ടേ, മക്കൾ കുഞ്ഞായിരുന്നപ്പോൾ മിക്കവാറും ദിവസം കഞ്ഞിയാണ്. ചോറൊന്നും വയ്ക്കാനോ ഉള്ള സമയം കിട്ടില്ല. അത് കാരണം കഞ്ഞിയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഞായറാഴ്ച ദിവസമാകുമ്പോൾ നിറയെ തുണി നനയ്ക്കാനും എന്തെങ്കിലുമൊക്കെ പണികൾ കാണും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കഞ്ഞി വയ്ക്കാനേ പറ്റത്തുള്ളൂ. അതാ. പിന്നെ ഉച്ചയ്ക്ക് മാത്രം മതിയല്ലോ, രാത്രി പലഹാരമല്ലേ. അപ്പോൾ പിന്നെ ഇതാക്കും. എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ കഞ്ഞി ആയതുകൊണ്ട് ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ അടുപ്പിൽ തന്നെ കോഴിക്കുള്ള ഒരിച്ചിരി അരിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇച്ചിരി ചക്കയെല്ലാം ഉണ്ടെങ്കിൽ അതും കൂടെ അരിഞ്ഞിട്ട് ഒന്ന് കോഴിക്കും കൂടെ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പൊന്നുകുട്ടി കണ്ടാ ഇവിടെ ചൂട് സമയമായതുകൊണ്ട് എല്ലാവർക്കും ഉള്ള വെള്ളം കലക്കുക കുടിക്കാൻ. ഐസൊക്കെ ഇട്ട് എല്ലാവർക്കും വേണ്ട. ചൂട് ഇട്ടില്ലേ? ഇടാൻ പോണേ ഉള്ള എന്തെങ്കിലുമൊക്കെ വെള്ളം വേണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ കലക്കിക്കൊള്ളും. അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. എല്ലായിടത്തോളം കലക്കും. ചിലപ്പോൾ നമുക്ക് എന്തായാലും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കും കൂടെ വേണമെന്ന് പറഞ്ഞു. അമ്മയ്ക്കും അച്ഛനും മക്കൾക്കും എല്ലാവർക്കും ആണെന്ന് പറഞ്ഞ് അങ്ങനെ പൊന്നുകുട്ടി ഇതാ. അല്ലെങ്കിൽ മിന്നുവാണ് ആദ്യം കലക്കാൻ പഠിച്ചത്. അപ്പോൾ അതാ പൊന്നുവിനെയും കൂടെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ കഞ്ഞി റെഡിയായി. കോഴിക്കുള്ള ഭക്ഷണവും റെഡിയായി. കുറച്ച് തണ്ണിമത്തൻ്റെ തോടുണ്ടായിരുന്നു, അതിന് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അപ്പം അതിന് ഇതിൻ്റെ കൂടെ നമ്മുടെ ഇച്ചിരി തീറ്റയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അരിയൊക്കെ ചെറുതായിട്ടൊന്ന് വേവിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് തീറ്റയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഇട്ട് നമ്മൾ കോഴിക്കും കൂടെ കൊടുക്കും. അപ്പോഴത്തേക്ക് എല്ലാവരും ഹാപ്പിയാവും.